Our today's topic Kirchhoff's rules. Gustav Kirchhoff എന്ന ജർമ്മൻ ഫിസിസിസ്റ്റ് ആണ് ഈ റൂൾസ് ഡിസ്ക്രൈബ് ചെയ്തത്. അതിനാൽ ഈ റൂൾസ് Kirchhoff റൂൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. Two rules called Kirchhoff's rules are very helpful for analysis of electric circuits. ഇപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഇലക്ട്രിക് സർക്യൂട്ട്സ് സോൾവ് ചെയ്യുന്ന സമയത്ത് അതിലെ വോൾട്ടേജ് കറന്റ് റിലേഷൻസ് സ്റ്റഡി ചെയ്യാനായിട്ട് Kirchhoff's റൂൾസ് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ കോംപ്ലക്സ് സർക്യൂട്ട് സോൾവ് ചെയ്യാൻ ഓംസ് ലോ മാത്രം V is equal to IR എന്നുള്ള റിലേഷൻ മാത്രം യൂസ് ചെയ്ത് നമുക്ക് അത് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ Kirchhoff's റൂൾസ് യൂസ് ചെയ്യാം. Kirchhoffന്റെ രണ്ട് റൂൾസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് റൂൾ Kirchhoff's ഫസ്റ്റ് റൂൾ which is also called as junction rule അല്ലെങ്കിൽ Kirchhoff's കറണ്ട് ലോ അല്ലെങ്കിൽ കറണ്ട് റൂൾ എന്നും ഈ ലോ പറയും. അപ്പൊ അതിൽ ഒരു ജംഗ്ഷനിൽ ഒരു സർക്യൂട്ടിലെ ഒരു ജംഗ്ഷനിൽ വരുന്ന ടോട്ടൽ കറന്റിനെ കുറിച്ചാണ് Kirchhoff's ഫസ്റ്റ് റൂളിൽ പറയുന്നത്. അപ്പോൾ നമ്മളൊരു സർക്യൂട്ട് ഇപ്രകാരം കൺസിഡർ ചെയ്തിരിക്കുന്നു. അവിടെ സെല്ലുകളും റെസിസ്റ്ററുകളും കണക്ട് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അപ്പൊ ഇവിടെ ജംഗ്ഷൻ എന്നത് ഉദ്ദേശിക്കുന്നത് ഇവിടെ മൂന്ന് വയേഴ്സ് ഈ എ എന്നുള്ള പോയിന്റിൽ മൂന്ന് വയേഴ്സ് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു വയർ, ഇവിടെ ഒന്ന്, ഇവിടെ മൂന്നാമത്തേത്. അങ്ങനെ 3 വയേഴ്സ് മൂന്നോ അതിലധികമോ വയേഴ്സ് ഒരു സർക്യൂട്ടിൽ മൂന്നധികമോ വയേഴ്സ് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റിനെയാണ് ജംഗ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എ എന്ന് പറയുന്നത് ഒരു ജംഗ്ഷൻ ആണ്, ബി എന്ന് പറയുന്നത് ഒരു വേറൊരു ജംഗ്ഷൻ ആണ്, അവിടെ മൂന്ന് വയേഴ്സ് മീറ്റ് ചെയ്യുന്നുണ്ട്. സി എന്ന് പറയുന്നതും ഒരു ജംഗ്ഷൻ ആണ്. ഇവിടെ ഇത് ഒരു ജംഗ്ഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് രണ്ട് വയേഴ്സ് പോകുന്ന ഒരു പാത്ത് എന്ന് മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് നോട്ട് എ ജംഗ്ഷൻ. അപ്പൊ ഇവിടെ എ ബി സി എന്നതൊക്കെ ജംഗ്ഷൻസ് ആണ്. ഡി എന്നതും ഒരു ജംഗ്ഷൻ ആണ്. ഇത്തരം ജംഗ്ഷൻസിൽ അപ്ലൈ ചെയ്യുന്നതാണ് Kirchhoff's ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. Kirchhoff's ഫസ്റ്റ് റൂൾ says that at any junction the sum of the currents entering the junction is equal to the sum of the currents leaving the junction. Sum of the currents entering the junction, ജംഗ്ഷനിലേക്ക് വരുന്ന എൻ്റർ ചെയ്യുന്ന കറണ്ട് അതിന്റെ സം is equal to the sum of the currents leaving the junction. ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കറണ്ടിന്റെ സം. അപ്പൊ ഈ എ എന്നുള്ള ഒരു ജംഗ്ഷൻ എടുത്താല് ഈ ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ഇവിടെ മൂന്ന് കറണ്ട്സ് കാണിച്ചിട്ടുണ്ട്, I1, then I2 and I3. അപ്പൊ അതിലെ ഡയറക്ഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ജംഗ്ഷൻ എയിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ടുകൾ I1 and I2 ആണ്. അപ്പൊ സം ഓഫ് കറണ്ട്സ് എൻ്ററിംഗ് ദി ജംഗ്ഷൻ നമുക്ക് I1 plus I2 എന്ന് പറയാം. ആൻഡ് ദ കറണ്ട് ലീവിംഗ് ദ ജംഗ്ഷൻ, ഇവിടെ ആകെ ഒരു കറണ്ട് മാത്രമാണ് ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്, അത് I3 ആണ്. അപ്പോൾ സം ഓഫ് ദ കറണ്ട്സ് ലീവിംഗ് ദ ജംഗ്ഷൻ എന്ന് പറയുന്നത് I3 തന്നെ. Then according to Kirchhoff's rule, we can write sum of the currents entering the junction, that is I1 plus I2 is equal to I3. അപ്പൊ ഇതാണ് ജംഗ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ജംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ Kirchhoff's ഫസ്റ്റ് റൂൾ സ്റ്റേറ്റ് ചെയ്യുന്നത്. നമുക്ക് മറ്റൊരു മോർ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യാം. ആ സർക്യൂട്ടിലെ ഒരു മീറ്റിംഗ് പോയിന്റ് ആണ്. അപ്പൊ ഇവിടെ 5 വയേഴ്സ് ഒരു പോയിന്റിൽ കണക്ട് ചെയ്യുന്ന ഒരു ജംഗ്ഷൻ ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതിലേക്ക് വരുന്ന കറണ്ടുകൾ എടുക്കാം. ഒരു കറണ്ട് I1, അത് ആ ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. Then I2, this is also current entering to the junction. Then I3, this is current leaving the junction. ആ ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്കാണ് ഈ കറണ്ട് പോകുന്നത്. Then I4, this is again a current entering the junction. Then I5, this is leaving the junction. അപ്പൊ ഇവിടെ കറണ്ട് എൻ്ററിംഗ് ദ ജംഗ്ഷൻ എന്ന് പറയുന്നത് മൂന്ന് കറണ്ട്സ് ആണ് ആ ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്നത്. The currents entering the junction is, അതിന്റെ സം എടുത്താൽ I1 plus I2 plus I4. ആ മൂന്ന് എൻ്റർ ചെയ്യുന്ന മൂന്ന് കറണ്ടിന്റെയും സം നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി കറണ്ട് ലീവിംഗ് ദ ജംഗ്ഷൻ, ഇവിടെ I3 ലീവ് ചെയ്യുന്നുണ്ട്, അതുപോലെ I5ഉം ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്കാണ് പോകുന്നത്. സോ ദ കറണ്ട്സ് ലീവിംഗ് ഈസ്, ടോട്ടൽ കറണ്ട് ലീവിംഗ് ദ ജംഗ്ഷൻ ഈസ് I3 plus I5. Then according to Kirchhoff's rules, these two currents must be equal. Then we can write I1 plus I2 plus I4 is equal to I3 plus I5. അപ്പൊ ഇതാണ് Kirchhoff's ലോയുടെ ഒരു എക്സ്പ്ലനേഷൻ. I1 plus I2 plus I4 is equal to I3 plus I5. അപ്പൊ ഇതില് നമുക്ക് ഈ I3 and I5നെ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ ഈ I3 എന്നത് മൈനസ് I3 ആവും, I5 എന്നതും മൈനസ് I3 ആവും. Then we can write I1 plus I2 minus I3. ഈ I3 ഇങ്ങോട്ട് വന്നപ്പോൾ മൈനസ് ആയി. Then plus I4, ഈ I5ഉം ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നപ്പോൾ മൈനസ് I5 is equal to 0. അതായത് നമ്മൾ ആൾജിബ്രിക് സം എടുത്തേക്കാണ്. എത്ര കറണ്ട്സ് ആണ് ഈ ജംഗ്ഷനിലേക്ക് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് എല്ലാം, എൻ്റർ ചെയ്യുന്ന കറണ്ട് എല്ലാം നമ്മൾ പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്തു. ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കറണ്ട് I3 and I5 ആണ്. ഈ I3യും I5ഉം നമ്മൾ മൈനസ് സൈൻ എടുത്തു. അങ്ങനെ ആൾജിബ്രിക് സം എടുത്താൽ ആ ആൾജിബ്രിക് സം വിൽ ബി 0. അപ്പോൾ ടോട്ടൽ കറണ്ട്
at a junction. The algebraic sum of the currents at any junction is 0 എന്ന് നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് പറയാം. അപ്പൊ കിർച്ചോഫിന്റെ ജംഗ്ഷൻ റൂൾ നമുക്ക് ഇപ്രകാരം പറയാം. The algebraic sum of the currents at any junction in a circuit will be 0. അപ്പൊ അത് നമുക്ക് മാത്തമാറ്റിക്കലി ഇപ്രകാരം വേണമെങ്കിൽ എഴുതാം. സിഗ്മ I is equal to 0. അപ്പൊ ഇത് algebraic sum ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ I എന്നുള്ളത് നമ്മൾ എടുക്കുന്ന ഒരു ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുത്താൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾ നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അങ്ങനെ എല്ലാതും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ കറണ്ട് ആ ജംഗ്ഷനിൽ വരുന്ന ടോട്ടൽ കറണ്ട് 0 ആണ്. അതിനെ തന്നെയാണ് നമ്മൾ മറ്റൊരു തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. കറണ്ട് എൻറ്ററിംഗ് ദ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ദ കറണ്ട് ലീവിംഗ് ദ ജംഗ്ഷൻ. Kirchhoff's junction rule is in accordance with the law of conservation of charge. അപ്പോൾ law of conservation of charge ഒബേ ചെയ്താണ് Kirchhoff's rule വരുന്നത്. അതായത് law of conservation of charge ൽ പറയുന്നത് charge cannot be created nor be destroyed. അപ്പോൾ total charge of an isolated system എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരു പുതിയ ചാർജ് ഉണ്ടാകുന്നില്ല. ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് തന്നെയാണ് അവിടെ നിന്ന് ലീവ് ചെയ്യുന്നത്. സോ ദിസ് law of conservation of charge ഈ Kirchhoff's rule ഒബേ ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചിട്ടാണ് Kirchhoff's റൂളിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. Next, Kirchhoff's second rule or loop rule. This is also called as Kirchhoff's voltage law. The algebraic sum of changes in potential around any closed loop is 0. ഒരു സർക്യൂട്ടിലെ ക്ലോസ്ഡ് ലൂപ്പിലെ ഡിഫറെന്റ് എലമെന്റ്സിന് അക്രോസ് ഉള്ള ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽസ് അതിന്റെ എല്ലാത്തിന്റെയും algebraic sum എടുത്താൽ that will be equal to 0. That is sigma delta V is equal to 0. Delta V എന്നത് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ ആണ്. എല്ലാ എലമെന്റ്സിലെയും ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ ആഡ് ചെയ്യുക. അതാണ് ഇവിടെ സമ്മേഷൻ സിഗ്മ സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. That will be equal to 0. അപ്പൊ ഈ ഡെൽറ്റ വി എന്ന ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് we will consider a circuit. ഒരു സർക്യൂട്ട് അതില് സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. സെല്ലിന്റെ EMF E, then a resistance R1 and a resistance R2. കറണ്ടിന്റെ ഡയറക്ഷൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. I എന്നുള്ള കറണ്ട് ഫ്ലോ ചെയ്യുന്നത് പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ സെൽ ടു നെഗറ്റീവ് ടെർമിനൽ. ഇങ്ങനെയാണ് കറണ്ടിന്റെ ഡയറക്ഷൻ വരുന്നത്. ഇനി ഇവിടെ നമ്മൾ ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൺസിഡർ ചെയ്യാണ്. നമ്മൾ എടുക്കുന്ന ലൂപ്പ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള ഒരു ലൂപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ലൂപ്പിന് നമുക്ക് പേര് കൊടുക്കാം. ലൂപ്പ് ABCDA, അതായത് ABCDA. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിൽ തന്നെ അവസാനിക്കുന്നു. അതായത് അതൊരു ക്ലോസ്ഡ് ലൂപ്പാണ്. ആ ക്ലോസ്ഡ് ലൂപ്പ് വരുന്നത് ഈ ഒരു ഓർഡറിലാണ്. അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ ലൂപ്പ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുക്കുമ്പോൾ ഇതില് ആദ്യം നമുക്ക് സെല്ലിന് അക്രോസ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ആദ്യം നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് വി ആർ കൺസിഡറിംഗ് ദിസ് സെല്ല്. ആ സെല്ല് മാർക്ക് ചെയ്തു. സെല്ലിലെ നെഗറ്റീവ് ടെർമിനൽ ആണിത്. ഇതേ സെല്ല് തന്നെയാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. സെല്ലിലെ നെഗറ്റീവ് ടെർമിനൽ ആണിത്, പോസിറ്റീവ് ടെർമിനൽ ഇത്. നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുമ്പോൾ അത് ലോ പൊട്ടൻഷ്യൽ റീജിയൻ ആണ്. പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയുമ്പോൾ അത് ഹൈ പൊട്ടൻഷ്യൽ ആണ്. ഇനി നമ്മൾ എടുക്കുന്ന പാത്ത് ABCD, അതായത് ബിയിൽ നിന്ന് സിയിലേക്കാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പൊ B to C എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പാത്ത് എടുക്കാം. പാത്ത് വരുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഈ വരുന്ന പാത്തില് നോക്കാം, ഇവിടെ ലോ പൊട്ടൻഷ്യൽ ടു ഹൈ പൊട്ടൻഷ്യൽ ആണ്. ഇങ്ങനെയാണ് പാത്ത് വരുന്നത്. അതായത് ആദ്യം ലോ പൊട്ടൻഷ്യൽ then ഹൈ പൊട്ടൻഷ്യൽ. ഇപ്പൊ ലോ പൊട്ടൻഷ്യലിൽ നിന്ന് ഹൈ പൊട്ടൻഷ്യലിലേക്ക് വരാന്ന് പറയുമ്പോൾ അവിടെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാണ്. ലോ ടു ഹൈ മീൻസ് ദിസ് ഈസ് ആൻ ഇൻക്രീസ്. അപ്പോൾ ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ചേഞ്ച് എടുക്കുമ്പോൾ ഈ സെല്ലിന് അക്രോസ് ഉള്ള ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ എടുക്കുമ്പോൾ ഇവിടെ ലോ വാല്യൂ ആണ്, ഇനീഷ്യൽ വാല്യൂ ലോ ആണ്, ഫൈനൽ വാല്യൂ ഹൈ ആണ്. അപ്പൊ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ഫൈനൽ വാല്യൂ മൈനസ് ഇനീഷ്യൽ വാല്യൂ ആണ്. അതായത് ഒരു വലിയ വാല്യൂ ഹൈ വാല്യൂവിൽ നിന്ന് ഒരു ചെറിയ വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആൻസർ ആണ് കിട്ടുക. അപ്പൊ അതുകൊണ്ട് ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു പ്ലസ് ഇ എന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മൾ എടുത്ത ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ ഡെൽറ്റ വി ഇവിടെ പോസിറ്റീവ് ആണ്. അതിന് കാരണം ഇവിടെ ലോ ടു ഹൈ ആണ്. നമ്മൾ എടുക്കുന്ന പാത്ത് ഈ ഒരു ഓർഡറിലാണ്. ആദ്യം ലോ then ഹൈ ആണ്. അപ്പൊ ലോ ടു ഹൈ എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ ഇൻക്രീസസ്. പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പൊ ഇതാണ് പൊട്ടൻഷ്യൽ വൈസ് അതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കേണ്ടത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് പഠിക്കാൻ മനസ്സിലാക്കി വെക്കാൻ എളുപ്പത്തിന് പ്രകാരം പറയാം. നമ്മൾ എടുക്കുന്ന പാത്ത് നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലോട്ടാണെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എന്തായിട്ട് എടുക്കണം? പോസിറ്റീവ് ആയിട്ട് എടുക്കണം. ആദ്യം നെഗറ്റീവ് ടെർമിനലും പിന്നീട് പോസിറ്റീവ് ടെർമിനലും വരികയാണ് നമ്മൾ എടുക്കുന്ന പാത്തിൽ. അങ്ങനെ വരികയാണെങ്കിൽ ഡെൽറ്റ വി പ്ലസ് സി എന്ന് കൺസിഡർ ചെയ്യാം. ഇനി ഇതേ സർക്യൂട്ട് തന്നെ നമ്മൾ എടുക്കുന്ന പാത്ത് ഇത് ക്ലോക്ക് വൈസ് ആയിരുന്നു. അതിന് പകരം നമുക്ക് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്ന ലൂപ്പ് ADCBA എന്നുള്ള ലൂപ്പാണ് എടുക്കുന്നത്.
എ ഡി സി ബി എ. അപ്പൊ നേരത്തെ അതിന്റെ റിവേഴ്സ് ഓർഡറിലായിരുന്നു എ ബി സി ഡി എ ആയിരുന്നു. അതിന് പകരം എ ഡി സി ബി എ, അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇതേ സെല്ലിൽ തന്നെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആവുമ്പോൾ എങ്ങനെയാണ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് നോക്കാം. ഇപ്പൊ ഈ ലൂപ്പിന്റെ ഡയറക്ഷൻ നമുക്ക് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. എപ്പോഴും ക്ലോക്ക് വൈസ് വേണമെന്ന് നിർബന്ധമില്ല. ക്ലോക്ക് വൈസോ ആന്റി ക്ലോക്ക് വൈസോ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂസ് കൃത്യമായിട്ട് പോസിറ്റീവും നെഗറ്റീവും എഴുതിയാൽ മതി. അപ്പൊ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് എ ഡി സി ബി എ. അപ്പൊ ഇതേ സെല്ല് തന്നെ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം. സെല്ല് അതിൽ പോസിറ്റീവ് ടെർമിനൽ, അതായത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഹൈ ആണ്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ ലോ ആണ്. നമ്മൾ എടുക്കുന്നത് ഇത് ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ സിയിൽ നിന്ന് ബിയിലേക്കാണ് ഇവിടെ നമ്മൾ പാത്ത് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പാത്ത് നമുക്ക് എടുക്കാം. പാത്ത് ഇങ്ങോട്ടാണ്. ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കേണ്ട കാര്യമില്ല. സെല്ലിന്റെ കേസ് നമ്മൾ ചേഞ്ച് എടുക്കുന്ന സമയത്ത് കറണ്ടിന്റെ ഡയറക്ഷൻ അല്ല, പാത്ത് ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ പാത്ത് വരുന്നത് സിയിൽ നിന്ന് ബിയിലേക്കാണ്. ആ പാത്ത് ആണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന പാത്ത് വരുമ്പോൾ ഇവിടെ ആദ്യം ഹൈ പൊട്ടൻഷ്യൽ ആണ്, ദെൻ ലോ പൊട്ടൻഷ്യൽ. അപ്പൊ ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യലിലേക്കാണ് വരുന്നത്, അതായത് പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യാണ്. അപ്പൊ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ അവിടുത്തെ ചേഞ്ച് നെഗറ്റീവ് ആവും. കാരണം ഇവിടെ ഒരു ഹൈ വാല്യൂ ആണ്, ഇനീഷ്യൽ വാല്യൂ ഹൈ ആണ്, ഫൈനൽ വാല്യൂ ലോ ആണ്. അപ്പൊ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വാല്യൂവിൽ നിന്ന് ഒരു വലിയ വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ ആ ചേഞ്ച് നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് ആയിട്ടാണ് കിട്ടുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്രകാരം എഴുതാം, ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു മൈനസ് ഇ. അപ്പൊ നമ്മൾ എടുക്കുന്ന പാത്ത് ഒരു ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യലിലേക്ക് ആണെങ്കിൽ ഇത് റെപ്രസെന്റ്സ് എ ഡിക്രീസ്. അങ്ങനെ ഡിക്രീസ് ആണെങ്കിൽ നമുക്ക് അതിന്റെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ മൈനസ് ഇ എന്ന് കൺസിഡർ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ എളുപ്പത്തിന് ഇപ്രകാരം പഠിക്കാം. നമ്മൾ എടുക്കുന്ന പാത്ത് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലോട്ടാണെങ്കിൽ ഡെൽറ്റ വി മൈനസ് ഇ എന്ന് എടുക്കണം. അപ്പൊ ആദ്യം പോസിറ്റീവ് ടെർമിനലും പിന്നീട് നെഗറ്റീവ് ടെർമിനലും വരികയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഇയുടെ സൈൻ നമ്മൾ എടുക്കേണ്ടത് നെഗറ്റീവ് സൈൻ കൺസിഡർ ചെയ്യണം. അപ്പൊ ഇപ്രകാരമാണ് സെല്ലിലെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമുക്ക് നോക്കേണ്ടത്. ഇനി നെക്സ്റ്റ് എലമെന്റ് ഇവിടെ വരുന്നത് റെസിസ്റ്റൻസ് ആണ് R1. അപ്പൊ റെസിസ്റ്റൻസിന് അക്രോസ് എങ്ങനെയാണ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിൽ ഈ റെസിസ്റ്റർ തന്നെ നമ്മൾ എടുക്കുന്നു, R1 എന്നുള്ള റെസിസ്റ്റർ. അതിന് അക്രോസ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇപ്രകാരമാണ്. ഇപ്പൊ റെസിസ്റ്ററിന്റെ വാല്യൂ R1, അതിന് അക്രോസ് ഇതിലെ ഏത് പോയിന്റ് ആണ് ഹൈ പൊട്ടൻഷ്യൽ, ഏത് പോയിന്റ് ആണ് ലോ പൊട്ടൻഷ്യൽ എന്ന് നമുക്ക് അറിയില്ല. സെല്ലിന്റെ കേസിൽ നമുക്ക് അതിൽ കറണ്ട് അറിയേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. അല്ലാതെ തന്നെ ഇത് നെഗറ്റീവ് ടെർമിനൽ ആണ്, ഇത് പോസിറ്റീവ് ടെർമിനൽ ആണെന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇത് ലോ പൊട്ടൻഷ്യൽ ഹൈ പൊട്ടൻഷ്യൽ എന്നറിയാം. അതേസമയം റെസിസ്റ്ററിന്റെ കേസിൽ കറണ്ടിന്റെ ഡയറക്ഷൻ കൂടി മാർക്ക് ചെയ്താൽ മാത്രമേ ഏതാണ് ഹൈ പൊട്ടൻഷ്യൽ റീജിയൻ ഏതാണ് ലോ പൊട്ടൻഷ്യൽ റീജിയൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് കറണ്ടിന്റെ ഡയറക്ഷൻ എടുക്കാം. കറണ്ട് I, ഇതേ കറണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എപ്പോഴും ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ ആണ്. അതായത് കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഈ റീജിയനിലെ പൊട്ടൻഷ്യൽ ഹൈ ആണ്. അപ്പൊ ഇവിടെ പ്ലസ് ആയിരിക്കും, ഇവിടെ മൈനസ് ആയിരിക്കും. അതായത് ഈ റീജിയൻ ഹൈ പൊട്ടൻഷ്യൽ ആണ്, ഈ റീജിയൻ ലോ പൊട്ടൻഷ്യൽ ആണ്. ഇനി നമ്മൾ എടുക്കുന്ന പാത്ത് നോക്കാം. ഫസ്റ്റ് കേസ്, ആദ്യത്തെ കേസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ B to C ആണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന പാത്ത് ഈ ഒരു ഡയറക്ഷൻ ഇങ്ങനെയാണ് നമ്മൾ പാത്ത് എടുക്കുന്നത്. അപ്പൊ ഇവിടെ വരുന്ന പാത്ത് നോക്കാം. ഈ പാത്തില് ഹൈ, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് ഹൈ ടു ലോ, ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യലിലേക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാത്ത്. ഹൈ ടു ലോ എന്ന് പറയുമ്പോൾ ഇത് റെപ്രസെന്റ്സ് എ ഡിക്രീസ്. പൊട്ടൻഷ്യലിന്റെ വാല്യൂ കുറയുന്നു, ഇറ്റ് ഈസ് എ ഡിക്രീസ്. അതുകൊണ്ട് നമുക്ക് ഡിക്രീസ് ആയതുകൊണ്ട് നമുക്കത് നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അപ്പൊ അതുകൊണ്ട് ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ, ഇനി റെസിസ്റ്ററിന് അക്രോസ് ഉള്ള ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ കാണാൻ ഓംസ് ലോ യൂസ് ചെയ്യാം. ഓംസ് ലോ B is equal to IR ആണ്. അപ്പൊ ഇവിടെ കറണ്ട് I ആണ്, റെസിസ്റ്റൻസ് R1 ആണ്. അതുകൊണ്ട് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡെൽറ്റ V is equal to IR1 ആണ്. ഇനി ഇത് ഹൈ ടു ലോ ആയതുകൊണ്ട് നമുക്ക് അതിന്റെ നെഗറ്റീവ് സൈൻ കൊടുക്കണം. ദാറ്റ് ഈസ് ഡെൽറ്റ V is equal to മൈനസ് IR1. അപ്പൊ ഇവിടെ മനസ്സിലാക്കാൻ എളുപ്പത്തിന് നമുക്ക് ഇപ്രകാരം പഠിക്കാം. നമ്മൾ എടുക്കുന്ന പാത്തും കറണ്ടും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ, ഇപ്പൊ റെസിസ്റ്ററിന്റെ കേസിൽ കറണ്ടിന്റെ ഡയറക്ഷൻ നമ്മൾ നോക്കണം. കറണ്ടിന്റെ ഡയറക്ഷനും പാത്തും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ഡെൽറ്റ V is equal to മൈനസ് IR1. അപ്പൊ സെയിം ഡയറക്ഷൻ മീൻസ് നെഗറ്റീവ് ആണ്. ഇനി രണ്ടാമത്തെ സർക്യൂട്ട് നോക്കാം, അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇതിലെ റെസിസ്റ്റൻസ് R1 തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. റെസിസ്റ്റൻസ് അതിലെ കറണ്ടിന്റെ ഡയറക്ഷനും അപ്രകാരം തന്നെ. ഇവിടെ ഹൈ പൊട്ടൻഷ്യൽ, ഇവിടെ ലോ പൊട്ടൻഷ്യൽ, പാത്ത് മാത്രമേ മാറുന്നുള്ളൂ.
പാത്ത് ഇവിടെ നമ്മൾ C to B ആണ്. അപ്പൊ നമ്മൾ ഇവിടെ പാത്ത് മാർക്ക് ചെയ്യാം. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്ന പാത്ത്. അപ്പൊ പാത്തിൽ ആദ്യം ലോ പൊട്ടൻഷ്യൽ, ദെൻ ഇവിടെ ഹൈ പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ ലോ പൊട്ടൻഷ്യലിൽ നിന്ന് ഹൈ പൊട്ടൻഷ്യലിലേക്കാണ് പാത്ത് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യാണ്. പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ അത് മീൻ ചെയ്യുന്നത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എന്താണ്, പോസിറ്റീവ് ആയിട്ട് വരുന്നു. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു പ്ലസ് IR1. അപ്പൊ ഈ പൊട്ടൻഷ്യലിന്റെ കോൺസെപ്റ്റ് വൈസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സൗകര്യത്തിന് ഇപ്രകാരം പഠിച്ചു വെക്കുക. നമ്മൾ എടുത്തിരിക്കുന്ന പാത്ത് ഇങ്ങോട്ടും കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനുമാണ്. അപ്പൊ പാത്തും കറണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിൽ വരികയാണെങ്കിൽ അവിടുത്തെ ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇപ്പൊ റെസിസ്റ്ററിന്റെ കേസിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട റൂൾസ് ഇതാണ്. കറണ്ടും പാത്തും സെയിം ഡയറക്ഷനിലാണെങ്കിൽ ഇറ്റ് ഈസ് നെഗറ്റീവ്. അതേസമയം കറണ്ടും പാത്തും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണെങ്കിൽ ദാറ്റ് ഈസ് positive. Same direction means negative and opposite direction means positive. Kirchhoff's second rule or loop rule, it is also called as voltage law. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. The algebraic sum of changes in potential around any closed loop is 0. That is sigma delta V is equal to 0. ഒരു ക്ലോസ്ഡ് ലൂപ്പ്, ഒരു സർക്യൂട്ടിലെ ക്ലോസ്ഡ് ലൂപ്പ് കൺസിഡർ ചെയ്താൽ അതിലെ ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ, എല്ലാ ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യലും ആഡ് ചെയ്താൽ അതിന്റെ സം വിൽ ഓൾവേസ് ബി 0. അതാണ് കിർച്ചോഫ് സെക്കൻഡ് റൂളിൽ പറയുന്നത്. നമുക്കൊരു ക്ലോസ്ഡ് ലൂപ്പിനകത്ത് ഈ റൂള് അപ്ലൈ ചെയ്ത് നോക്കാം. ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൺസിഡർ ചെയ്തു. ഇവിടെ രണ്ട് സെൽസ് E1 ആൻഡ് E2, രണ്ട് റെസിസ്റ്റേഴ്സ് R1 ഉം R2 ആണ്. കറണ്ടിന്റെ ഡയറക്ഷൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ 4 റൂൾസ് പറഞ്ഞു. ആ റൂൾസ് ഒന്നും കൂടി നമുക്കൊന്ന് നോക്കാം. ഫോർ സെല്ലിന്റെ കേസിൽ if path from negative to positive terminal delta V is plus C. അതായത് നമ്മൾ എടുക്കുന്ന പാത്ത് സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്ക് ആണെങ്കിൽ അവിടുത്തെ ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് ടു പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അതൊരു ഇൻക്രീസ് ആണ്. അപ്പൊ അതുകൊണ്ട് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ പ്ലസ് C എന്ന് കൺസിഡർ ചെയ്യണം. Then second point, if path from positive to negative terminal then delta V is negative minus C. അതായത് നമ്മൾ എടുക്കുന്ന പാത്ത് സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക്, പോസിറ്റീവ് ടു നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അത് ഡിക്രീസ് ആണ്. അതായത് ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു മൈനസ് C എന്ന് കൺസിഡർ ചെയ്യണം. ഇതാണ് സെല്ലിന്റെ കേസിൽ പഠിച്ചു വെക്കേണ്ട രണ്ട് കാര്യങ്ങൾ, മനസ്സിൽ ഓർത്ത് വെക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ദെൻ ഫോർ റെസിസ്റ്ററിന്റെ കേസിൽ നമുക്ക് കറണ്ടിന്റെ ഡയറക്ഷനും കൂടി കൺസിഡർ ചെയ്യണം. സെല്ലിന് നമുക്ക് കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കണ്ട. നെഗറ്റീവ് ടു പോസിറ്റീവ് ടെർമിനൽ ആണെങ്കിൽ അത് പ്ലസ് C എന്ന് എടുക്കണം. പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനൽ ആണെങ്കിൽ അത് മൈനസ് C എന്ന് എടുക്കണം. ഇനി റെസിസ്റ്ററിന്റെ കേസ് നോക്കാം. ഇഫ് പാത്ത് ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് കറണ്ട് ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു മൈനസ് IR. നമ്മൾ എടുക്കുന്ന പാത്ത് കറണ്ടിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണെങ്കിൽ ആ ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ ഡെൽറ്റ വി മൈനസ് IR എന്ന് കൺസിഡർ ചെയ്യണം. അപ്പൊ കറണ്ടും പാത്തും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ നെഗറ്റീവ് ആണ്, സെയിം ഡയറക്ഷനിലാണെങ്കിൽ അത് നെഗറ്റീവ് ആണ്. If path is in opposite direction of current, delta V is equal to plus IR. അപ്പൊ നമ്മൾ എടുക്കുന്ന പാത്ത് കറണ്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ, അപ്പൊ പാത്തും കറണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണെങ്കിൽ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു പ്ലസ് IR എന്ന് കൺസിഡർ ചെയ്യണം. അപ്പൊ ഇതാണ് റെസിസ്റ്ററിന്റെ കേസിൽ. സെയിം ഡയറക്ഷനിലാണെങ്കിൽ നെഗറ്റീവ് ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ പ്ലസ് ആണ്. അത് ഓർത്ത് വെക്കാം. അപ്പൊ ഈ 4 കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് സെക്കൻഡ് റൂള് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഇനി ഒരു ഡയറക്ഷൻ, ഈ ലൂപ്പിന് ഒരു ഡയറക്ഷൻ എടുക്കാം. ഈ സർക്യൂട്ടിലെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. നമുക്ക് ആ ലൂപ്പിന് പേര് കൊടുക്കാം AB, അതായത് ഫോർ ദ ലൂപ്പ് ABCDA. അപ്പൊ അതായത് ABCDA അങ്ങനെയാണ് നമ്മൾ ലൂപ്പ് എടുക്കുന്നത്. ഫോർ ദ ലൂപ്പ് എയിൽ നിന്ന് തുടങ്ങി BCDA എയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പൊ ഇനി നോക്കാം, ഇതിനകത്തുള്ള ഓരോ എലിമെന്റിനും അക്രോസ് ഉള്ള ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് വി കൺസിഡർ ദിസ് സെൽ എടുക്കാം. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന പാത്ത് നോക്കാം ABC, അതായത് ഈ ബിയിൽ നിന്ന് സിയിലേക്കാണ് നമ്മൾ എടുക്കുന്ന പാത്ത്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പൊ ആദ്യം നെഗറ്റീവ് ടെർമിനൽ ആണ് വരുന്നത്, ദെൻ പോസിറ്റീവ് ടെർമിനൽ. അപ്പൊ സെല്ലിന്റെ കേസിൽ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ആണെങ്കിൽ അത് നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ E1 ന്റെ വാല്യൂ നമുക്ക് പോസിറ്റീവ് ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് E1 is equal to പോസിറ്റീവ്. അപ്പൊ നെഗറ്റീവ് ടു പോസിറ്റീവ് ടെർമിനൽ ആണ് പാത്ത് വന്നത്, അതുകൊണ്ട് അത് നമ്മൾ പ്ലസ് E1 എന്ന് എടുത്തു.
ഇനി അടുത്ത എലിമെന്റ് വരുന്നത് ഈ റെസിസ്റ്റൻസ് R1 ആണ്. R1ന്റെ കേസിൽ കറണ്ടിന്റെ ഡയറക്ഷൻ ആണ് നോക്കേണ്ടത്. അപ്പൊ നമ്മൾ എടുക്കുന്നത് ABC. അപ്പൊ ബിയിൽ നിന്ന് സിയിലേക്കാണ് നമ്മൾ എടുക്കുന്ന പാത്ത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പാത്ത് വരുന്നത്. കറണ്ടിന്റെ ഡയറക്ഷനും അതേ ഡയറക്ഷൻ തന്നെയാണ് വരുന്നത്. അപ്പൊ കറണ്ടും പാത്തും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് അത് നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ദാറ്റ് ഈസ് -IR1. അപ്പൊ ഈ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് I into R1 ആണ്. ദാറ്റ് ഈസ് IR1 മൈനസ് എന്നെടുത്തു -IR1. കറണ്ടും പാത്തും ഒരേ ഡയറക്ഷനിലാണ്. ഇനി ഈ പാത്തിൽ വരുന്ന അടുത്ത എലിമെന്റ് ഈ സെല്ലാണ്. സെല്ല് നോക്കാം. ഈ സെല്ലിലെ പോസിറ്റീവ് ടേം. അപ്പൊ നമ്മൾ വരുന്ന പാത്ത് CDA ഇങ്ങനെയാണ് വരുന്നത്. ഇതിങ്ങനെ ഈ ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പൊ ഡിയിൽ നിന്ന് എയിലേക്കാണ് നമ്മൾ എടുക്കുന്ന പാത്ത്. ഇനി നോക്കാം. ഇവിടെ സെല്ല് പോസിറ്റീവ് ടെർമിനൽ ആണ് ആദ്യം വരുന്നത്. പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ ആണ്. അപ്പൊ പോസിറ്റീവ് ടെർമിനൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ടാണ് എടുക്കേണ്ടത്. പോസിറ്റീവ് ടു നെഗറ്റീവ് ഒരു ഡിക്രീസ് ആണ്. അപ്പൊ അത് നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അതുകൊണ്ട് ഇത് -E2 എന്ന് നമ്മൾ എഴുതണം. അപ്പൊ ഇത് നെഗറ്റീവ് ആയിട്ട് എടുത്തു, -E2 എന്ന് എടുത്തു. ഇനി അടുത്ത എലിമെന്റ് വരുന്നത് ഈ റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസിന്റെ കേസിൽ നോക്കാം. ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. നമ്മൾ എടുക്കുന്ന പാത്ത് ഡിയിൽ നിന്ന് എയിലേക്കാണ്. രണ്ടും ഒരേ ഡയറക്ഷനിൽ തന്നെയാണ്. കറണ്ടും അങ്ങനെ തന്നെ, പാത്തും സെയിം ഡയറക്ഷൻ തന്നെ. അപ്പൊ അതുകൊണ്ട് രണ്ടും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അത് നെഗറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് we have to write -IR2. അപ്പൊ ഇത് നമ്മൾ ടോട്ടൽ വാല്യൂ എടുത്തു. പോസിറ്റീവ് ഉള്ളത് പോസിറ്റീവ് കൊടുത്തു, നെഗറ്റീവ് ആയി വരുന്നത് നെഗറ്റീവ് എടുത്തു. അതങ്ങനെ ആൾജിബ്രിക് സം നമ്മൾ എടുത്തു. അപ്പൊ സിഗ്മ ഡെൽറ്റ വി നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് കിർച്ചോഫിന്റെ സെക്കൻഡ് റൂളിൽ പറയുന്നത്. അപ്പൊ ഇപ്രകാരമാണ് നമ്മൾ ഒരു ലൂപ്പിനകത്ത് കിർച്ചോഫിന്റെ സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ടോട്ടൽ ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ ഈസ് 0 ആൻഡ് കിർച്ചോഫ്സ് ലൂപ്പ് റൂൾ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് law of conservation of energy. Total energy is always constant. Law of conservation of energy obey ചെയ്തിട്ടാണ് കിർച്ചോഫിന്റെ സെക്കൻഡ് റൂൾ വരുന്നത്. Now consider this circuit. കിർച്ചോഫിന്റെ ഫസ്റ്റ് റൂളും സെക്കൻഡ് റൂളും ഈ സർക്യൂട്ടിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. First we are considering the junction rule. Applying junction rule at junction A. A എന്നുള്ള ഒരു ജംഗ്ഷൻ. ഇവിടെ 3 കറന്റ്സ് ആണുള്ളത്. I1, I2 ആൻഡ് I3. ഈ ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ട് എന്നത് I3 ആണ്. ജംഗ്ഷനിൽ നിന്നും ലീവ് ചെയ്ത് പുറത്തേക്ക് പോകുന്ന കറണ്ട് I1 ആൻഡ് I2 ആണ്. ഇപ്പൊ സം ഓഫ് കറന്റ്സ് എൻ്ററിംഗ് ദ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ I3 മാത്രമേ ഉള്ളൂ. I3 എന്ന് എടുക്കാം. Then sum of currents leaving the junction. ജംഗ്ഷനിൽ പുറത്തേക്ക് പോകുന്ന ടോട്ടൽ കറണ്ട് I1 plus I2 ആണ്. Then we can write I3 is equal to I1 plus I2. അപ്പൊ sum of current entering എന്ന് പറയുന്നത് I3 equal to sum of currents leaving, that is I1 plus I2. And next we apply Kirchhoff's loop rule. Applying loop rule for the loop AHDCBA. അപ്പൊ A എന്നത് AH then DCBA ഇങ്ങനെയുള്ള ക്ലോസ്ഡ് ലൂപ്പ് ആണ് എടുക്കുന്നത്. അതായത് ഇങ്ങനെ വരുന്ന ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തന്നെയാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള ഒരു ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്തു. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിൽ തന്നെ അത് എൻഡ് ചെയ്യുന്നു. ഈ ലൂപ്പിൽ നമുക്ക് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാം. അപ്പൊ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഫസ്റ്റ് വരുന്നത് ഒരു റെസിസ്റ്റർ ആണ്. ഫസ്റ്റ് എലമെന്റ്. ഈ റെസിസ്റ്ററിലെ കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കുക. കറണ്ട് വരുന്നത് ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന ലൂപ്പും വരുന്നത് അതേ ഡയറക്ഷനിൽ തന്നെയാണ്. റെസിസ്റ്ററിൽ കറണ്ടും അതിന്റെ പാത്തും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കാറുള്ളത്. അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് സൈൻ എടുക്കണം. ഇവിടെ റെസിസ്റ്റൻസ് R ആണ്, കറണ്ട് I1 ആണ്. അപ്പൊ IR എന്ന് പറയുമ്പോൾ I1 into 30, that is 30 I1. ആ 30 I1 നെഗറ്റീവ് സൈൻ എടുക്കാം, that is -30 I1. ഇനി നെക്സ്റ്റ് ഈ പാത്തിൽ വരുന്നത് ഒരു സെല്ലാണ്. ഈ സെല്ലിൽ നോക്കാം. അപ്പൊ കറണ്ടിന്റെ പാത്ത് വരുന്നത് ഇങ്ങനെയാണ്. ഈ ഡിയിൽ നിന്ന് എയിലേക്കാണ് പാത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ടെർമിനൽ ആണ് ആദ്യം. നെഗറ്റീവ് ടെർമിനൽ ടു പോസിറ്റീവ് ടെർമിനൽ ആണ്. അപ്പൊ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് നെഗറ്റീവ് ടു പോസിറ്റീവ് ഒരു ഇൻക്രീസ് ആണ്. അത് പോസിറ്റീവ് ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ 45 വോൾട്ട് ആണ് അവിടുത്തെ പൊട്ടൻഷ്യൽ. അപ്പൊ 45 വോൾട്ട് എന്നുള്ളത് നമുക്ക് +45 വോൾട്ട് എന്ന് എടുക്കാം. അപ്പോൾ നെഗറ്റീവ് ടു പോസിറ്റീവ് ആയതുകൊണ്ട് പ്ലസ് എന്നെടുത്തു, +45 എന്ന് എടുത്തു. ഇനി നെക്സ്റ്റ് എലിമെന്റ് വരുന്നത് ഒരു റെസിസ്റ്റർ തന്നെയാണ്, 1 ohm റെസിസ്റ്റർ. അപ്പൊ അതിലും നോക്കാം. കറണ്ടിന്റെ ഡയറക്ഷൻ വരുന്നത്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇവിടെ I3 എന്നുള്ള കറണ്ട് ആണ്. ആ കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന പാത്തും സെയിം പാത്ത് തന്നെ. ഡിയിൽ നിന്ന് എയിലേക്ക് കറണ്ടിന്റെ ഡയറക്ഷനും D to A തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് കറണ്ടും പാത്തും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് സൈൻ എടുക്കണം. അപ്പൊ ഇത് 1 ohm ആണ്, കറണ്ട് I3 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ -1 I3 എന്ന് എഴുതാം.
Then next element വരുന്നത് ഒരു റെസിസ്റ്റർ തന്നെ. ഇവിടെയും കറണ്ട് വരുന്നത് I3 അതേ ഡയറക്ഷനിൽ തന്നെയാണ് പാത്ത് വരുന്നത്. അതുകൊണ്ട് കറണ്ടും പാത്തും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് നെഗറ്റീവ് സൈൻ എടുക്കണം. അപ്പൊ -40I3 എന്ന് എഴുതാം. -40I3 that's equal to 0. അപ്പൊ നമ്മൾ ടോട്ടൽ ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു. എല്ലാ എലമെന്റിലെയും അതിന്റെ ടോട്ടൽ വാല്യൂ 0. പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ അതിനനുസരിച്ച് കൊടുക്കും. ഇനി നെക്സ്റ്റ് വി ആർ കൺസിഡറിംഗ് അനദർ ലൂപ്പ്. ഫോർ ലൂപ്പ് AHDEFGA. അപ്പൊ A, then H, then D, E, F, G, A. ഇങ്ങനെയുള്ള ഈ ഒരു ക്ലോസ്ഡ് ലൂപ്പ് തന്നെയാണ്. ഇപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തന്നെയാണ് അതും നമ്മൾ എടുത്തിരിക്കുന്നത്. ലൂപ്പ് വേറൊരു ലൂപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ നോക്കാം. ഇവിടെ ഫസ്റ്റ് എലമെന്റ് 30 ഓം ആണ്. അപ്പൊ അവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ വരുന്നത്, പാത്ത് നമ്മൾ എടുക്കുന്നത് ഈ ഡയറക്ഷനിൽ തന്നെയാണ് പാത്ത്. കറണ്ടിന്റെ ഡയറക്ഷനും അതേ ഡയറക്ഷനിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് 30 ഓമിന് അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് -30I1 എന്നെടുക്കാം. ദെൻ അടുത്ത എലിമെന്റ് വരുന്നത് ഈ 20 ഓം റെസിസ്റ്റർ ആണ്. ഈ 20 ഓം റെസിസ്റ്ററിൽ നോക്കുക, അവിടുത്തെ കറണ്ട് വരുന്നത് ഈ I2 എന്നുള്ള കറണ്ട് ആണ് ഇതിനെ അക്രോസ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ I2 എന്നുള്ള കറണ്ട് വരുന്നത് ഈ ഡയറക്ഷനിലാണ്. നമ്മൾ എടുക്കുന്ന പാത്ത് വരുന്നത് D യിൽ നിന്ന് E യിലേക്കാണ്. അപ്പൊ പാത്ത് D to E ആണ്. അതേസമയം കറണ്ട് വരുന്നത് E യിൽ നിന്ന് D യിലേക്കാണ്. അപ്പൊ അതുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ റെസിസ്റ്ററിന് അക്രോസ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. പാത്തിന് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് എടുക്കേണ്ടത് പോസിറ്റീവ് ആയിട്ട് എടുക്കണം. ദാറ്റ് ഈസ് +20I2 എന്ന് കൺസിഡർ ചെയ്യണം. അപ്പൊ പാത്തും കറണ്ടിന്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ പ്ലസ് സൈൻ ആണ് എടുക്കാറുള്ളത്, +20I2. നെക്സ്റ്റ് എലിമെന്റ് വരുന്നത് ഒരു റെസിസ്റ്റർ ആണ്. ഈ റെസിസ്റ്ററിൽ നോക്കാം, കറണ്ട് വരുന്നത് ഇതേ I2 തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത്. അതേസമയം നമ്മൾ എടുക്കുന്ന പാത്ത് E യിൽ നിന്ന് G ഇങ്ങോട്ടാണ് പാത്ത് വരുന്നത്. അപ്പൊ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് സൈൻ എടുക്കാം. അപ്പൊ ഇത് 1 ഓം ആണ്. അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2 ആണ്. Then we can write +1I2 എന്ന് എഴുതാം. Then next element വരുന്നത് ഈ 80 വോൾട്ട് ആണ്. ഇവിടെ നോക്കാം, നമ്മൾ എടുക്കുന്ന പാത്ത് ഇങ്ങനെയാണ് പാത്ത് വരുന്നത്. ഇത് പോസിറ്റീവ് ടെർമിനൽ ആണ്. ആദ്യം പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കാണ്. I2 ലോ ആണ്, അതായത് ഡിക്രീസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത് നെഗറ്റീവ് ആയിട്ടാണ് എടുക്കേണ്ടത്. Then -80 വോൾട്ട് എന്ന് എഴുതാം. അപ്പൊ ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പൊ ദാറ്റ്സ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പൊ ഇപ്രകാരമാണ് കിർച്ചോഫിന്റെ ലൂപ്പ് റൂളിൽ നമ്മൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈൻ ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽസിന് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്നത് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആണ്. സാമുവൽ ക്രിസ്റ്റി എന്ന സയന്റിസ്റ്റ് ആണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഇൻവെന്റ് ചെയ്തത്. പിന്നീട് ചാൾസ് വീറ്റ്സ്റ്റോൺ ഈ സർക്യൂട്ട് മോഡിഫൈ ചെയ്ത് അത് വളരെ പോപ്പുലറൈസ്ഡ് ആക്കി. അപ്പൊ അതുകൊണ്ട് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന പേരിലാണ് ഈ സർക്യൂട്ട് അറിയപ്പെടുന്നത്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത് ഒരു അൺനോൺ റെസിസ്റ്റൻസ്, നമുക്കറിയാത്ത ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിലാണ് നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. അതായത് ബ്രിഡ്ജ് ബാലൻസ്ഡ് കണ്ടീഷനിലായിരിക്കണം. ബ്രിഡ്ജ് ബാലൻസ് ചെയ്യാൻ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പൊ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൽ പ്രധാനമായും 4 റെസിസ്റ്റേഴ്സ് ആണുള്ളത്. റെസിസ്റ്റേഴ്സ് R1, R2, R3 ആൻഡ് R4. അപ്പൊ ഇവിടെ ഈ പോയിന്റ്സിൽ A and C, in between A and C ഒരു സെല്ല് കണക്ട് ചെയ്യുന്നു. ആ സെല്ലിന്റെ EMF E. And then between B and D, ബിക്കും ഡിക്കും ഇടയിൽ ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഗാൽവനോമീറ്റർ അവിടെ കറണ്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗാൽവനോമീറ്റർ അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ സെല്ല് കണക്ട് ചെയ്തത് കൊണ്ട് ഇതിന് അക്രോസ് ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഫ്രം പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ ആണ് കറണ്ട് ഫ്ലോ വരുന്നത്. അപ്പൊ കറണ്ട് I എന്നുള്ള കറണ്ട് ഇവിടെ ഫ്ലോ ചെയ്യുന്നു. ഈ കറണ്ട് A എന്നുള്ള പോയിന്റിൽ എത്തുമ്പോൾ A എന്നത് ഒരു ജംഗ്ഷൻ ആണ്. ഇവിടെ 3 വയേഴ്സ് മീറ്റ് ചെയ്യുന്ന ഒരു ജംഗ്ഷൻ ആണ് A എന്ന ജംഗ്ഷനിൽ എത്തുമ്പോൾ കിർച്ചോഫിന്റെ കറണ്ട് ലോ അനുസരിച്ച് current coming to a junction is equal to current leaving the junction ആണ്. അപ്പൊ I എന്നുള്ള കറണ്ട് ഈ ജംഗ്ഷനിലേക്ക് എത്തുന്നു. ആ കറണ്ട് A എന്നുള്ള പോയിന്റിൽ വെച്ച് അത് സ്പ്ലിറ്റ് ചെയ്ത് R1 R2 ആ കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് ഫ്ലോ ചെയ്യുന്നു. അപ്പൊ R1 ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമുക്ക് I1 എന്ന് വിളിക്കാം. Then R2 ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2. അപ്പൊ ഇവിടെ കറണ്ട് entering the junction എന്നത് I ആണ്. കറണ്ട് leaving the junction എന്നത് I1 and I2 ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, I is equal to I1 plus I2 എന്ന് നമുക്ക് ഇവിടെ എഴുതാനായിട്ട് സാധിക്കും. Then ഈ I2 എന്നുള്ള കറണ്ട് B എന്നുള്ള പോയിന്റിൽ എത്തുമ്പോൾ B is again a junction. B യും ഒരു ജംഗ്ഷൻ ആണ്. ആ ജംഗ്ഷനിൽ എത്തുമ്പോൾ വീണ്ടും ആ കറണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് IG എന്ന കറണ്ട് ഗാൽവനോമീറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്നു. ആൻഡ് R4 ഫ്ലോ ചെയ്യുന്ന കറണ്ട് I4. അപ്പൊ ഇവിടെ B എന്നുള്ള ജംഗ്ഷനിൽ ഇവിടെ എൻറ്റർ ചെയ്യുന്ന കറണ്ട് I2 ആണ്.
ആ ജംഗ്ഷനിൽ നിന്നും ലീവ് ചെയ്യുന്ന പുറത്തേക്ക് പോകുന്ന കറണ്ട് IG ആൻഡ് I4 ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്രകാരം എഴുതാം I2 is equal to I4 plus IG എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. നെക്സ്റ്റ് ഈ IG എന്നുള്ള കറണ്ട് ഇവിടേക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു. അതുപോലെ I1 ഉം ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പൊ അഗെയിൻ D എന്നുള്ള ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്ന രണ്ട് കറണ്ട്സ് ആണ് I1 ആൻഡ് IG. I1 പ്ലസ് IG ഈ D എന്നുള്ള പോയിന്റിൽ ജംഗ്ഷനിൽ മീറ്റ് ചെയ്യുന്നു. ഈ രണ്ട് കറണ്ടും ചേർന്ന് വരുന്ന കറണ്ട് I3 ഈ R3 യിലൂടെ ഫ്ലോ ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം, ഇവിടെ എൻ്ററിംഗ് കറണ്ട്സ് I1 ആൻഡ് IG. I1 പ്ലസ് IG ഈസ് ഈക്വൽ ടു I3 എന്ന് നമുക്ക് എഴുതാം. I3 എന്നുള്ള കറണ്ട് R3 അക്രോസ് R3 യിലൂടെ ഫ്ലോ ചെയ്യുന്നു. ദെൻ C എന്ന് പറയുന്നത് വീണ്ടും ഒരു ജംഗ്ഷൻ ആണ്. ആ ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്ന രണ്ട് കറണ്ട്സ് ആണ് I4 ആൻഡ് ദെൻ I3. അപ്പൊ I3 ഉം I4 ഉം ഇവിടെ ജോയിൻ ചെയ്ത് ടോട്ടൽ കറണ്ട് സിയിൽ എത്തുമ്പോൾ സിയിൽ നിന്ന് ഫ്ലോ ചെയ്യുന്ന കറണ്ട് I തന്നെ. അതായത് ഈ ഒരു സീരീസ് ആയിട്ടുള്ള ഈ കണക്ഷനിൽ കറണ്ട് I തന്നെ, സെയിം കറണ്ട് I തന്നെയാണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കറണ്ട് I തന്നെ ഇവിടേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്രകാരമാണ് കറണ്ടിന്റെ ഡയറക്ഷൻസ്. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻസ് കൃത്യമായി മാർക്ക് ചെയ്താലാണ് നമുക്ക് ഇതിൽ ഇക്വേഷൻസ് എഴുതാനായിട്ട് സാധിക്കുക. Then next, for a balanced Wheatstone bridge, the resistors are such that the current through the galvanometer IG is equal to 0. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പൊ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൽ നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഈ റെസിസ്റ്റേഴ്സിന്റെ വാല്യൂസ്, നമുക്ക് വാരിയബിൾ ആയിട്ടുള്ള റെസിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന റെസിസ്റ്റേഴ്സ്. അതിന്റെ റെസിസ്റ്റേഴ്സിന്റെ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഗാൽവനോമീറ്ററിലൂടെയുള്ള കറണ്ട് നമ്മൾ 0 ആക്കുകയാണ്. അപ്പൊ ഈ ഗാൽവനോമീറ്റർ കറണ്ട്, ഈ ഒരു സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതിനെ ക്രോസ് കറണ്ട് ഉണ്ടെങ്കിൽ അവിടെ ഗാൽവനോമീറ്ററിൽ നീഡിൽ ഡിഫ്ലക്ഷൻ കാണിക്കും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ റെസിസ്റ്റൻസിന്റെ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്ത് ഗാൽവനോമീറ്ററിലൂടെയുള്ള കറണ്ട് ദാറ്റ് ഈസ് IG ബിക്കംസ് 0 ആകുന്നത് വരെ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഗാൽവനോമീറ്ററിലെ കറണ്ട് 0 ആയി കഴിഞ്ഞാൽ IG 0 ആണ്. ഈ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെ ബാലൻസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഇക്വേഷൻസ് എഴുതാനായിട്ട് സാധിക്കും. ആ ബാലൻസ്ഡ് കണ്ടീഷൻ ലഭിക്കുമ്പോൾ ഈ R1, R2, R3, R4 അതിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് ഫോം ചെയ്യണം. അപ്പൊ ഇപ്പോൾ ബാലൻസ്ഡ് കണ്ടീഷനിലാണ് ബ്രിഡ്ജ്. റെസിസ്റ്റൻസിന്റെ വാല്യൂസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിനെ ബാലൻസ് ചെയ്തു. അതായത് ഗാൽവനോമീറ്ററിൽ 0 ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ നൾ ഡിഫ്ലക്ഷൻ, IG is equal to 0. ആ സമയത്ത് we can apply Kirchhoff's junction rule to junction B. അപ്പൊ B എന്നുള്ള ജംഗ്ഷനിൽ ജംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ കറണ്ട് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അപ്പൊ കറണ്ട് കമ്മിങ് ടു ദ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു കറണ്ട് ലീവിംഗ് ദ ജംഗ്ഷൻ ആണ്. അപ്പൊ ബിയിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ട് എന്നത് I2 എന്ന കറണ്ട് ആണ് എൻ്റർ ചെയ്യുന്നത്. ഇനി ലീവ് ചെയ്യുന്ന കറണ്ട് നോക്കാം. ഇവിടെ I4 ഉണ്ട്, ദെൻ IG എന്നത് ഓൾറെഡി 0 ആക്കി നമ്മൾ വെച്ചു. ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയതുകൊണ്ട് IG 0 ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എഴുതാം കമ്മിങ് കറണ്ട് I2 ആണ്, ലീവിംഗ് കറണ്ട് I4 ആണ്. Therefore I2 is equal to I4. This is equation number 1. ഇപ്പൊ ജംഗ്ഷൻ ബിയിൽ കിർച്ചോഫിന്റെ കറണ്ട് റൂൾ അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്തു. ദെൻ നെക്സ്റ്റ് അപ്ലൈ കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ ടു ജംഗ്ഷൻ ഡി. ഇപ്പൊ ഡി എന്ന ജംഗ്ഷൻ എടുക്കാം, അവിടെയും കിർച്ചോഫിന്റെ കറണ്ട് റൂൾ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടേക്ക് വരുന്ന കറണ്ട് I1 ആൻഡ് ദെൻ IG ആണ്. പക്ഷെ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയതുകൊണ്ട് IG 0 ആണ്. IG 0 ആകുമ്പോഴാണ് ബ്രിഡ്ജ് ബാലൻസ്ഡ് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ IG 0 ആണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇവിടെ ലീവിംഗ് കറണ്ട്, എൻ്ററിംഗ് കറണ്ട് I1 മാത്രമേ ഉള്ളൂ. അതുപോലെ ലീവ് ചെയ്യുന്ന കറണ്ട് I3 ആണ്. Then we can write I1 is equal to I3. This is equation number 2. Now we apply Kirchhoff's loop rule to the closed loop ABDA. അപ്പൊ ABDA എന്നുള്ള ലൂപ്പിൽ നമ്മൾ ഇനി കിർച്ചോഫിന്റെ ലൂപ്പ് റൂൾ അല്ലെങ്കിൽ വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യാണ്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ലൂപ്പ് ABDA ആണ്. അപ്പൊ നമുക്ക് ലൂപ്പ് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഈ ഒരു ഡയറക്ഷനിലാണ് ലൂപ്പ് വരുന്നത്, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തന്നെയാണ്. അപ്പൊ ഇതിൽ നമുക്കിനി റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന എലമെന്റ് R2 ആണ്. അപ്പൊ R2വിന് അക്രോസ് ഉള്ള ചേഞ്ച് ഇൻ വോൾട്ടേജ് നമുക്ക് കാണണം. അപ്പൊ ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2 ആണ്, then R2 ആണ് റെസിസ്റ്റൻസ്. അപ്പൊ വോൾട്ടേജ് വരുന്നത് I2 R2 ആണ്. ഓംസ് ലോ V is equal to IR ആണ്. അപ്പൊ I2 R2 എന്ന് പറയാം. ഇനി അതിന്റെ ഡയറക്ഷൻ നോക്കണം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ലൂപ്പ് ഇങ്ങനെയാണ്, A to B ആണ്, എയിൽ നിന്ന് B യിലേക്കാണ്. കറണ്ടിന്റെ ഡയറക്ഷൻ I2 എന്നത് അതും ഈ ഒരു ഡയറക്ഷനിൽ തന്നെയാണ്, എയിൽ നിന്ന് B യിലേക്കാണ്. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷനും നമ്മൾ എടുത്തിരിക്കുന്ന പാത്തും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് ഇവിടെ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കണം, അതായത് -I2 R2 എന്ന് നമുക്ക് എഴുതണം. അപ്പൊ ദാറ്റ് ഈസ് -I2 R2 എന്ന് എഴുതി. ഇനി നെക്സ്റ്റ് വരുന്നത് ഇത് -I2 R2 എന്നാണ്. പിന്നീട് വരുന്നത്
ബിക്കും ഡിക്കും ഇടയിൽ ഗാൽവനോമീറ്റർ ആണ്. പക്ഷെ ഇവിടുത്തെ കറണ്ട് IG is equal to 0 ആയതുകൊണ്ട് അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇവിടെ R1 എന്നുള്ള റെസിസ്റ്റർ ആണ്. R1 അക്രോസ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് I1 ആണ്. ഈ I1 ന്റെ ഡയറക്ഷൻ വരുന്നത് ഈ ഒരു ഡയറക്ഷൻ ആണ്, എയിൽ നിന്ന് ഡിയിലേക്കാണ്. പക്ഷെ നമ്മൾ എടുത്തിരിക്കുന്ന പാത്ത് ABD എന്ന് പറയുമ്പോൾ ഡിയിൽ നിന്ന് എയിലേക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാത്ത്. കറണ്ട് വരുന്നത് അതിന് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് പോസിറ്റീവ് ആയിട്ട് എടുക്കണം. അതുകൊണ്ട് ഇത് നമ്മൾ പ്ലസ് I1 R1 എന്ന് എഴുതി. അപ്പൊ മൈനസ് I2 R2 പ്ലസ് I1 R1 is equal to 0 എന്ന് നമുക്ക് എഴുതാം. അപ്പൊ അതിൽ നിന്നും I1 R1 ഇവിടെ നിർത്തി I2 R2 ഇക്വേഷന്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് പോസിറ്റീവ് ആവും. That is I1 R1 is equal to I2. ഈ മൈനസ് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ പ്ലസ് ആയി I2 R2. This is equation number 3. Next we are applying Kirchhoff loop rule to the closed loop CBDC. അതായത് ഇത് C, then B, then D, C. അപ്പൊ നമ്മൾ എടുക്കുന്നത് ഈ ഒരു ഡയറക്ഷനിൽ ലൂപ്പിന്റെ ഡയറക്ഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഈ ലൂപ്പ് നമ്മൾ എടുക്കുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. സിയിൽ നിന്ന് B, D, C ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ ലൂപ്പ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് എലിമെന്റ് വരുന്നത് R4 ആണ്. R4 അക്രോസ് ഉള്ള വോൾട്ടേജ് നോക്കാം. അപ്പൊ ഇവിടെ I4 R4 ആണ് ഇവിടുത്തെ വോൾട്ടേജ് വരിക. ഇനി ഇതിൽ നോക്കാം, പാത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് സിയിൽ നിന്ന് ബിയിലേക്കാണ്, CB. പക്ഷെ കറണ്ടിന്റെ ഡയറക്ഷൻ വരുന്നത് അതിന് ഓപ്പോസിറ്റ് ബിയിൽ നിന്ന് സിയിലോട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. പാത്തും കറണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലായതുകൊണ്ട് നമ്മൾ അത് പോസിറ്റീവ് ആയിട്ട് എടുക്കണം. therefore we can write I4 R4 എന്ന് നമുക്ക് എഴുതാം. ഇനി നെക്സ്റ്റ് നോക്കാം. അടുത്ത എലിമെന്റ് വരുന്നത് ഗാൽവനോമീറ്റർ ആണ്. പക്ഷെ ഗാൽവനോമീറ്ററിന് അക്രോസ് കറണ്ട് ഫ്ലോ ഇല്ലാത്തത് കൊണ്ട് അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. IG 0 ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് R3. അപ്പൊ R3 വരുമ്പോൾ നമ്മൾ എടുക്കുന്ന പാത്ത് ഇങ്ങനെയാണ്, ഡിയിൽ നിന്ന് സിയിലേക്ക്. കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കാം. I3 എന്നുള്ള കറണ്ടും അതേ ഡയറക്ഷനിൽ തന്നെയാണ്, D to C ആണ്. അപ്പൊ കറണ്ടും പാത്തും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് ഇത് നമ്മൾ നെഗറ്റീവ് സൈൻ എടുക്കണം. therefore നമ്മൾ ഇവിടെ എഴുതിയത് മൈനസ് I3 R3 എന്ന് നമ്മൾ എഴുതി. I4 R4 മൈനസ് I3 R3 is equal to 0. അതിൽ നമുക്ക് ഇപ്രകാരം എഴുതാം. I3 R3 ഈ നെഗറ്റീവ് സൈൻ ഉള്ളത് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ I4 R4 is equal to minus I3 R3. അതിനെ നമ്മൾ തിരിച്ചെഴുതി. that is I3 R3 is equal to I4 R4. This is equation number 4. അങ്ങനെ നമുക്ക് 4 ഇക്വേഷൻസ് കിട്ടി. അപ്പൊ ജംഗ്ഷൻ റൂള് അപ്ലൈ ചെയ്ത് നമ്മൾ 2 ഇക്വേഷൻസ് B ആൻഡ് D 2 ജംഗ്ഷനിൽ അപ്ലൈ ചെയ്ത് 2 ഇക്വേഷൻസ് ഫോം ചെയ്തു. പിന്നെ 2 ലൂപ്പ് റൂൾസ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ 2 ഇക്വേഷൻസ് 3 and 4 എഴുതി. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇക്വേഷൻ 3/4 ആണ്. ഇക്വേഷൻ 3 ഇതാണ്, ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 4. then we get that is I1 R1. This is I1 R1 divided by I3 R3. I1 R1 divided by I3 R3. ഇനി ഇവിടെ റൈറ്റ് സൈഡ് I2 R2 ആണ്, ഇവിടെ I4 R4 ആണ്. that is I2 R2 divided by I4 R4. ഇനി ഫ്രം ഇക്വേഷൻ 1 and 2. ഇക്വേഷൻ 1 and 2 ൽ നിന്ന് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് I2 is equal to I4 ആണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ I2 is equal to I4 ആയതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതുപോലെ I1 is equal to I3 ആണ്. I1 equals I3 ആയതുകൊണ്ട് I1 ഉം I3 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് R1 by R3 is equal to R2 by R4. അപ്പൊ ഈ യൂസിങ് ഇക്വേഷൻസ് 1 and 2 ഈ 1 ഉം 2 ഉം യൂസ് ചെയ്തിട്ടാണ് ഈ I1 I3 ക്യാൻസൽ ചെയ്തത്, I2 I4 ക്യാൻസൽ ചെയ്തത്. then we get R1 by R3 is equal to R2 by R4. ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് വേണമെങ്കിൽ R1 ഇവിടേക്കും R4 ഇപ്പുറത്തേക്കും കൊണ്ടുവന്നാൽ നമുക്കതൊന്ന് റീഅറേഞ്ച് ചെയ്ത് പ്രകാരം എഴുതാം. R2 by R1 is equal to R4 by R3. അപ്പൊ നമ്മളിവിടെ 4 റെസിസ്റ്റൻസ് എടുത്തത്, ഇവിടെ R1, this is R2, then R3, R4. അപ്പൊ ഇവിടെ നമ്മൾ ലാസ്റ്റ് എഴുതിയത് R2 by R1 is equal to R4 by R3. അപ്പൊ ഈ ഒരു റേഷ്യോ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഈ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആകുന്നത്. ആ സമയത്താണ് ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ 0 ആകുന്നത്. സോ ദിസ് ഈസ് ദ ബാലൻസ് കണ്ടീഷൻ ഫോർ ദ ഗാൽവനോമീറ്റർ to give 0 or null deflection. Null deflection means zero deflection. കറണ്ട് ഇല്ല, ഗാൽവനോമീറ്ററിലെ കറണ്ട് 0 ആകുന്ന കണ്ടീഷൻ ഇതാണ്. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഈ കണക്ട് ചെയ്തേക്കുന്ന 4 റെസിസ്റ്റേഴ്സിൽ ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് അൺനോൺ വാല്യൂ ആണ്. ഇപ്പൊ R2 എന്നുള്ള റെസിസ്റ്റൻസ് നമുക്ക് അറിയില്ല, R1, R3 ആൻഡ് R4 നമുക്ക് അറിയാവുന്ന റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ ഈ ബ്രിഡ്ജ് ബാലൻസ്ഡ്, ഗാൽവനോമീറ്ററിലെ കറണ്ട് 0 ആക്കി നമ്മൾ മാറ്റി വെച്ചു. ഇതിൽ ആ R2 എന്നുള്ള റെസിസ്റ്റൻസ് മാത്രം നമുക്ക് അറിയില്ല, ബാക്കി എല്ലാ റെസിസ്റ്റൻസും അറിയാമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് R2 കാൽക്കുലേറ്റ് ചെയ്യാം. that is R2 is equal to R1 ഇങ്ങോട്ട് പോകും, that is R1 into R4 divided by R3 എന്ന് നമുക്ക് യൂസ് ചെയ്ത് അൺനോൺ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പൊ അതാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ പ്രധാനപ്പെട്ട യൂസ്. വി ക്യാൻ ഫൈൻഡ് ആൻ അൺനോൺ റെസിസ്റ്റൻസ് യൂസിങ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് when the bridge is in balanced condition. അതായത് R2 by R1 is equal to R4 by R3.